ഒരമ്മ തൻ്റെ കുഞ്ഞിന് ആശുപത്രിയിൽ വെച്ച് ജന്മം നൽകുന്നു. ആ കുഞ്ഞിന് ജനന സർട്ടിഫിക്കറ്റിന് തടസ്സമില്ല. ഇനി പ്രസവം വീട്ടിൽ വെച്ചാണ് നടന്നതെങ്കിലോ ആ കുഞ്ഞിന് ജനന സർട്ടിഫിക്കറ്റ് കിട്ടില്ലേ? അതല്ല, വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് പോകും വഴി ആംബുലൻസിൽ വെച്ചാണ് കുഞ്ഞ് ജനിച്ചതെങ്കിലോ ജനന സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. വീട്ടിലാണ് പ്രസവം നടന്നതെങ്കിൽ അടുത്തുള്ള രജിസ്ട്രേഷൻ യൂണിറ്റിൽ നിങ്ങൾ നിർബന്ധമായും അറിയിച്ചിരിക്കണം. രജിസ്ട്രേഷൻ യൂണിറ്റിൽ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ തന്നെ നേരിട്ടെത്തി അറിയിക്കണം എന്നില്ല. കുഞ്ഞ് ജനിച്ച കുടുംബത്തിലെ ഏതൊരു മുതിർന്ന അംഗത്തിനും അടുത്തുള്ള രജിസ്ട്രേഷൻ യൂണിറ്റിൽ ചെന്ന് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. കുഞ്ഞ് ജനിച്ച് 21 ദിവസത്തിനകം ഫോം നമ്പർ 1 വിവരങ്ങൾ ചേർത്ത് റിപ്പോർട്ട് ചെയ്യണം. ഇതിനായി ഓൺലൈൻ സേവനം പ്രയോജനപ്പെടുത്താം. രജിസ്ട്രാർ വിവരങ്ങൾ അന്വേഷിച്ച് രജിസ്ട്രേഷൻ പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഇനി 21 ദിവസത്തിനകം നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ ജനനം റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് കരുതുക. എങ്കിൽ 21 ദിവസം മുതൽ 30 ദിവസം വരെ കാലയളവിൽ 2 രൂപ ഫൈനോട് കൂടിയും 30 ദിവസം കഴിഞ്ഞ് 1 വർഷത്തിനകമാണ് ജനന വിവരം റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 5 രൂപ ഫൈനോട് കൂടിയും ചേർത്ത് ജില്ലാ രജിസ്ട്രേഷൻ യൂണിറ്റിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇനി കുഞ്ഞ് ജനിച്ചു 1 വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർ അല്ലെങ്കിൽ RDOയുടെ അനുമതി വാങ്ങി നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ ജനനം രജിസ്റ്റർ ചെയ്യാൻ കഴിയും. രജിസ്ട്രേഷൻ നടപടി പൂർത്തിയായി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. ഇനി രജിസ്ട്രേഷൻ യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് രജിസ്ട്രേഷൻ യൂണിറ്റുകൾ. നിങ്ങൾ പഞ്ചായത്തിൻ്റെ പരിധിയിലാണ് താമസിക്കുന്നതെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലും, അതുപോലെ മുനിസിപ്പാലിറ്റി പരിധിയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിലും, കോർപ്പറേഷൻ്റെ പരിധിയിലാണെങ്കിൽ കോർപ്പറേഷൻ ഓഫീസിലുമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇങ്ങനെ കേരളത്തിൽ 1035 രജിസ്ട്രേഷൻ യൂണിറ്റുകളാണ് ഉള്ളത്. ഇനി വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് പോകും വഴി ആംബുലൻസിൻ്റെ ഉള്ളിൽ വെച്ചോ അതുപോലുള്ള മറ്റ് വാഹനങ്ങളുടെ ഉള്ളിൽ വെച്ചോ പ്രസവം നടക്കുകയാണെങ്കിൽ ആ പ്രസവം നടന്ന സ്ഥലം ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കീഴിലാണോ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് നിങ്ങൾ രജിസ്ട്രേഷൻ നടപടികൾ ചെയ്യേണ്ടത്. ബന്ധപ്പെട്ട രജിസ്ട്രാർ കാര്യങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കിയതിനു ശേഷം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി നിങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റ് നൽകും. ഇതുപോലെയുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി. മാത്രമല്ല, ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്.